ഈ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് നിറയെ സ്റ്റോൺസ് വെച്ചിട്ടുള്ളൊരു തുണി വെച്ചിട്ട് നമ്മളൊരു ജാക്കറ്റാണ് സ്റ്റിച്ച് ചെയ്യണത്. ഇത് നമ്മളൊരു അനാർക്കലിയുടെ മുകളിലിട്ട് ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന ജാക്കറ്റ് പോലെയല്ല, ചുമ്മാ ഒരു ജാക്കറ്റാണ് കേട്ടോ. അധികം സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല. പിന്നെ കൈയുടെ ഭാഗത്ത് മാത്രം ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ജാക്കറ്റ് പോലെ അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അനാർക്കലി വരുന്നത് ഒരു എന്താ പറയുക, ഒരു ടിഷ്യൂ ഫാബ്രിക് പോലെയാണ്, നല്ല ഷൈനിങ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കായിരുന്നു കേട്ടോ. ഫുൾ സ്ലീവാണ് വെച്ചേക്കണത്. അധികം കഴുത്തൊക്കെ കുറച്ച് വൈഡാക്കാതെ ഒതുക്കിയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തേക്കണത്. ഇതാണ് കേട്ടോ നമ്മുടെ ജാക്കറ്റ് വന്നിട്ട്. ചുമ്മാ സ്ട്രെയിറ്റ് കട്ട് ചെയ്തേക്കുന്ന ജാക്കറ്റാണ്. സ്ലീവിൻ്റെ ഭാഗത്ത് മാത്രമേ കേട്ടോ നമ്മളൊന്നും തയ്ച്ചിട്ടുള്ളൂ. അത് ആൾ വന്ന് ഇട്ട് നോക്കി കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു യെല്ലോ കളറിൽ നമ്മൾ സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ചെയ്തേക്കണത്. യെല്ലോ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ എന്നോട് സ്കേർട്ടും ടോപ്പും ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ അതത്ര കണ്ടിട്ട് ഒരു വലിയ ലുക്കില്ലാത്ത പോലെ തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഷോൾ ചെയ്യാൻ തന്ന മെറ്റീരിയൽ ഞാൻ എടുത്തിട്ട് ബ്ലൗസ് ആക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിതിന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തേക്കണത് ഷോൾ തയ്ക്കാൻ തന്ന ആ ഒരു ബ്ലൂ കളർ മെറ്റീരിയൽ വെച്ചിട്ടാണ്. ഇതുപോലുള്ള സ്കേർട്ടിൻ്റെ ഒക്കെ അടിഭാഗം ഞാൻ ഇതുപോലെ ഫുട്ട് ഉപയോഗിച്ചിട്ട് റോൾ ചെയ്ത് മടക്കാണ് കേട്ടോ ചെയ്യാറ്. ഇതാണ് കേട്ടോ നമ്മുടെ ബ്ലൗസ് വരുന്നത്. ഞാനിന്ന് കൊളുത്ത് പിടിപ്പിക്കുകയാണ്. ബാക്ക് ഓപ്പൺ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കണത്. സ്ലീവ്ലെസ് ടൈപ്പിലാണ് സ്റ്റിച്ച് ചെയ്തേക്കണത്. ഞാനിത് യെല്ലോ കളർ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരുന്നത്. പക്ഷേ യെല്ലോ കളർ വെച്ചിട്ട് എനിക്ക് തന്നെ അത്ര പിടുത്തം വരണില്ല. അത് മാത്രമല്ല ഹാങ്ങിങ്സ് ഒക്കെ വരുമ്പോഴത്തേക്കിനും നമുക്കൊരു വ്യത്യാസം തോന്നുന്നുള്ളൂ. എനിക്കങ്ങനെ യെല്ലോ കളർ മാത്രം വയ്ക്കുമ്പോഴത്തേക്കിനും ശരിക്കും ഒരു ഫ്രോക്ക് പോലെ തന്നെ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എങ്ങനെയുണ്ട്, ഇതാണോ മറ്റേതാണോ നല്ലതെന്നൊന്ന് പറയണേ. ഇതാണ് കേട്ടോ നമ്മുടെ സ്കേർട്ട് വന്നിട്ട്. സ്കേർട്ട് ഞാൻ ഫുൾ അംബ്രല്ല എടുത്തിട്ടുണ്ട്. തുണി ഒട്ടും വേസ്റ്റ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തുണി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ അംബ്രല്ല ചെയ്തത്. ബാക്കിയെല്ലാം നമ്മുടെ കസ്റ്റമർ പറഞ്ഞ പോലെയാണ് ചെയ്ത് കൊടുത്തേക്കുന്നത്. പാറ്റേണൊക്കെ അവർ പറഞ്ഞ കണക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. 2 എണ്ണം ഉണ്ടായിരുന്നു, 2 ജോഡിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ 2 ജോഡിയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ തന്നെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. നമുക്കിതൊരു സാരി ആയിരുന്നു, ഒരു ഹാഫ് സാരിയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതിങ്ങനെയാണ് കേട്ടോ നമ്മുടെ പാവാട വന്നത്. ഷോൾ സെപ്പറേറ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് പാവാട. അതിൻ്റെ ബ്ലൗസിലും നമ്മൾ ഇതുപോലെ തന്നെ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളൂ. ഇത് ബ്ലൗസ് പീസായിട്ട് നമ്മുടെ സാരിയിൽ തന്നെ ഉണ്ടായിരുന്ന തുണി വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തേക്കണത്. വീനക്കാണ് വന്നേക്കുന്നത്. ബാക്കും ഫ്രണ്ടും വീനക്കാണ് വന്നേക്കുന്നത്. ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ പിള്ളേർക്ക് ഷോൾ വേണം എന്നൊരു കൊതിയുള്ളതുകൊണ്ട് ഞാൻ എന്താ ഇതുപോലെ പാവാടയുടെ ബാക്കി കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ട് 1.5 മീറ്റർ മുറിച്ചിട്ട് 2 ആക്കിയിട്ട് ഷോൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ബ്ലൗസാണ്. കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്കാണ് ചെയ്തേക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് പറയണേ.